പ്രേംലാലേട്ടാ, ഇന്ത്യയും ജപ്പാനും കൂടെ ചന്ദ്രനിലേക്ക് പോവുകയാണ്. ഇതൊക്കെ കണ്ട് നോക്കി വാ പൊളിച്ചിരിക്കുകയാണ് ട്രംപ്. എന്താണ് ഇന്ത്യയും ജപ്പാനും കൂടി ചന്ദ്രനിലേക്ക് പോകാനുള്ള കാരണം? ഇവിടെ മടുത്തിട്ടാണോ? ഇന്ത്യയുടെ ചന്ദ്രയാൻ ദൗത്യങ്ങളുണ്ടല്ലോ, ഇന്ത്യയുടെ ചന്ദ്രയാൻ 3 വരെ നമ്മൾ ഇതുവരെ പൂർത്തിയാക്കി. അതിൽ ചന്ദ്രയാൻ 3 വളരെ വിജയമായിരുന്നു, ചന്ദ്രയാൻ 1 വിജയമായിരുന്നു, ചന്ദ്രയാൻ 2 ദൗർഭാഗ്യകരമായി പരാജയപ്പെട്ടു. ഇപ്പോൾ ചന്ദ്രയാൻ 4 വിക്ഷേപണത്തിന് തയ്യാറാകുന്നുണ്ട്. 2027 ചന്ദ്രയാൻ 4 വിക്ഷേപിക്കപ്പെടുക. ചന്ദ്രയാൻ 5 അതിനു വേണ്ടിയിട്ടാണ് ഇന്ത്യയും ജപ്പാനുമായി കൈകോർക്കുന്നത്. അതായത് ഇന്ത്യയുടെ ബഹിരാകാശ ഏജൻസിയായ ISROയും ജപ്പാനിലെ ബഹിരാകാശ ഏജൻസിയും കൂടി സംയുക്തമായിട്ടാണ് ഇത് നടപ്പിലാക്കുന്നത്. ജപ്പാന്റെ റോക്കറ്റിലായിരിക്കും ഈ ചന്ദ്രയാൻ 5 വിക്ഷേപിക്കപ്പെടുക എന്നുള്ളതാണ് വാർത്തകൾ വരുന്നത്. നേരത്തെ ഇന്ത്യയുടെ തന്നെ റോക്കറ്റുകളായ LMV എന്ന് പറയുന്ന റോക്കറ്റിലായിരുന്നു നേരത്തെ ഉള്ള വിക്ഷേപണങ്ങളൊക്കെ നടന്നത്. ഇത്തവണ ജപ്പാനുമായിട്ടുള്ള സഹകരണം, അതാണ് ചന്ദ്രയാൻ 5ൻ്റെ പ്രത്യേകതയായിട്ട് പറയുന്നത്. പിന്നെ ഏറ്റവും വലിയ പ്രത്യേകത, ഇതിലുപയോഗിക്കുന്ന റോവർ എന്ന് പറയുന്നത് 250 കിലോഗ്രാം ഭാരമുണ്ടായിരിക്കും. ഈ വിജയകരമായ ചന്ദ്രയാൻ 3 റോവർ എന്ന് പറയുന്നത്, അതായത് ഈ ചന്ദ്രനിൽ ഇറങ്ങിയ ശേഷം ചന്ദ്രനിലൂടെ സഞ്ചരിക്കുന്ന ആ വാഹനത്തെയാണ് റോവർ എന്ന് വിളിക്കുക. അപ്പോൾ ചന്ദ്രയാൻ 5 റോവറിൻ്റെ ഭാരം 250 കിലോയാണ്. ചന്ദ്രയാൻ 3 റോവർ, അത് കൃത്യം പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ പേര് പ്രഗ്യാൻ എന്നായിരുന്നു, പ്രഗ്യാൻ റോവർ. വിക്രം എന്ന് പറയുന്ന ലാൻഡറും അതിൽ നിന്ന് ഇറങ്ങുന്ന പ്രഗ്യാൻ എന്ന് പറയുന്ന റോവർ, അതിന് 25 കിലോയെ ഭാരമുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അത് അടുത്ത ചന്ദ്രയാൻ 5 വരുമ്പോഴാണ് ഈ റോവറിൻ്റെ ഭാരം 250 കിലോ ആയിട്ട് വർദ്ധിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ഭാരം കൂടുമ്പോൾ അതിൻ്റെ ആയുസ്സും കൂടും എന്നാണ് നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ടത്. ഈ പ്രഗ്യാൻ റോവർ 25 കിലോ ഭാരമുണ്ടായിരുന്ന പ്രഗ്യാൻ റോവർ 14 ദിവസം മാത്രമാണ് അതിൻ്റെ ആയുസ് ഉണ്ടായിരുന്നത്. 14 ദിവസം എന്ന് പറഞ്ഞാൽ ഒരു ചാന്ദ്ര ദിനമാണ് 14 ദിവസം. ഈ ഭൂമിയിലെ 14 ദിവസമാണ് ചന്ദ്രനിലെ ഒരു ദിവസം, ഒരു ചാന്ദ്ര ദിനമായിട്ട് കണക്കാക്കുക. അതായത് ചന്ദ്രനിൽ സൂര്യപ്രകാശം കിട്ടുന്ന സമയം, അതാണ് 14 ദിവസം കണക്കാക്കുന്നത്. അതിനുശേഷം വെളിച്ചമില്ലാതാകുമ്പോൾ കടുത്ത തണുപ്പും ആയിരിക്കും അനുഭവപ്പെടുക. അതോടുകൂടി ഈ അതിൻ്റെ ഇലക്ട്രോണിക് സംവിധാനങ്ങൾ തകരാറിലാകും, അല്ലെങ്കിൽ അതിൻ്റെ ബാറ്ററി ബാക്കപ്പ് തീർന്നു പോകും. അങ്ങനെയാണ് നമ്മൾ ഈ പ്രഗ്യാൻ റോവറിനെ സെറ്റ് ചെയ്തിരുന്നത്. 14 ദിവസം മാത്രമാണ് അത് പ്രവർത്തിച്ചത്. അതിനുശേഷം അത് നിശ്ചലമാവുകയും ചെയ്തു. എന്നാൽ ഈ പറയുന്ന 5ാമത് ദൗത്യത്തിൽ 250 കിലോ ഭാരമുള്ള ഒരു റോവർ അയക്കുമ്പോൾ തീർച്ചയായിട്ടും അതിൻ്റേതായ ശേഷിയിലും വർധനമുണ്ടാകും. കുറച്ചുകൂടി ദിവസം നമുക്ക് അതിൽ നിന്നുള്ള സിഗ്നലുകൾ കിട്ടും എന്നുള്ളതാണ്. ഇപ്പോൾ മനുഷ്യൻ ചന്ദ്രനിൽ ചെന്നിറങ്ങുമ്പോൾ മനുഷ്യന് സഞ്ചരിക്കാൻ ഒരു മനുഷ്യൻ ഒരടി വെക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ശ്രമകരമാണ് ചന്ദ്രനിൽ. കാരണം അവിടെ ഗുരുത്വാകർഷണം ഇല്ലാത്തത് കൊണ്ട് തന്നെ പറന്ന് നടക്കുന്ന ഒരവസ്ഥയിലായതുകൊണ്ട് തന്നെ വളരെ പണിപ്പെട്ടാണ് അവിടെ ഇറങ്ങുന്ന മനുഷ്യർ ചന്ദ്രോപരിതലത്തിൽ നടന്നു നീങ്ങുക. അതുകൊണ്ട് തന്നെ അവർക്ക് പര്യവേഷണം നടത്താനായിട്ടുള്ള ഏരിയ വളരെ കുറവായിരിക്കും. കുറച്ച് സ്ഥലം മാത്രമേ അവർക്ക് നേരിട്ട് പോയി കണ്ട് മനസ്സിലാക്കാനോ അല്ലെങ്കിൽ അവിടെ നിന്നുള്ള സാമ്പിളുകൾ ശേഖരിക്കാനോ പറ്റുള്ളൂ. എന്നാൽ ഒരു റോവർ എന്ന് പറയുന്നത് ഒരു യന്ത്ര സംവിധാനമായതുകൊണ്ടും കൂടുതൽ ഏരിയ റോവറിന് കവർ ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് ഈ ചന്ദ്രദൗത്യത്തിൽ ഒരു റോവർ നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ 250 കിലോ ഭാരമുള്ള ഈ റോവർ അത് കൂടുതൽ ഗുണകരമായിരിക്കും എന്നുള്ളതാണ്. ഏതായാലും ഈ 2028 ഉണ്ടാകും ഇതിൻ്റെ വിക്ഷേപണം എന്നാണ്. ചിലപ്പോൾ അതിനെന്തെങ്കിലും കുറച്ച് സാങ്കേതികമായ തടസ്സമോ അല്ലെങ്കിൽ കുറച്ച് ടെക്നിക്കലായിട്ട് എന്തെങ്കിലും അപ്ഗ്രഡേഷൻ വരുത്തണമെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ദിവസം നീണ്ടുപോകും. ഔദ്യോഗികമായ തീയതി ഇതുവരെ പ്രഖ്യാപിച്ചിട്ടില്ല. 2028 പ്രതീക്ഷിക്കാം. പിന്നെ ഇതിന് വലിയ രീതിയിലുള്ള ചെലവ് വരത്തില്ലേ ഈ പിന്നെ യാത്രയ്ക്ക് അല്ലെങ്കിൽ ഇത്തരം ഒരു വിക്ഷേപണം നടത്തുന്നതിനും? ഈ പലരും ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, പ്രതിമ കെട്ടിയാലോ ചന്ദ്രനിലേക്ക് ഇത്തരത്തിൽ പിന്നെ എന്തെങ്കിലും ഉപഗ്രഹങ്ങൾ വിട്ടാലോ ഒക്കെ ഇന്ത്യയിലെ പട്ടിണി മാറുമോ എന്നുള്ള ഒരു ചോദ്യം വരുന്നുണ്ട്. അപ്പൊ ഇത്രയും ചെലവ് ഏറിയ ഒരു സംവിധാനം എന്തിനാണ് ഇന്ത്യയും ജപ്പാനും കൂടി നോക്കുന്നത്? ആദ്യഘട്ടത്തിലെ ചന്ദ്രദൗത്യങ്ങളൊക്കെ അഭിമാന സംരക്ഷണാർത്ഥം നടപ്പിലാക്കിയ പദ്ധതികളാണ്, പ്രത്യേകിച്ച് അമേരിക്കയുടെ. ഈ ശീതയുദ്ധകാലത്ത് റഷ്യ ആയിരുന്നു ഈ ബഹിരാകാശ ദൗത്യങ്ങളിൽ മുൻപന്തിയിലുണ്ടായിരുന്ന രാഷ്ട്രം. അവർ ഈ ആദ്യത്തെ ഒരു ജീവിയെ ബഹിരാകാശത്തേക്ക് അയച്ച, അതായത് ലൈക്ക എന്ന് പറയുന്ന ഒരു നായയെ ബഹിരാകാശത്തേക്ക് അയച്ച ആദ്യത്തെ രാഷ്ട്രം റഷ്യയാണ്. അതിനുശേഷം യൂറി ഗഗാറിനെയും ബഹിരാകാശത്തേക്ക് എത്തിച്ച് വീണ്ടും റഷ്യ കുതിച്ചുചാട്ടം നടത്തി.
അപ്പോൾ ഈ ശീതയുദ്ധ കാലത്ത് റഷ്യ ഇങ്ങനെ സാങ്കേതികമായി മുന്നിട്ട് നിൽക്കുമ്പോൾ അവരെ വെല്ലാൻ എന്ത് ചെയ്യാൻ പറ്റും, അങ്ങനെ അവരെ മറികടന്നുകൊണ്ടുള്ള ആദ്യ ദൗത്യം എന്ന നിലയിലാണ് അമേരിക്ക അല്ലെങ്കിൽ നാസ ആദ്യമായി ഈ മനുഷ്യരെ ചന്ദ്രനിലേക്ക് എത്തിച്ചത്. 69-ൽ നീൽ ആംസ്ട്രോങ്ങും എഡ്വിൻ ആൾഡ്രിനും ഒക്കെ അവിടെ ചെന്നത് അങ്ങനെയാണ്. അതിനുശേഷം ഏതാണ്ട് 6 ദൗത്യങ്ങൾ വീണ്ടും നടന്നു. അങ്ങനെ ആകെ 12 പേർ, ഇതെല്ലാം അമേരിക്കയാണ് നിർവഹിച്ചത്. അപ്പോൾ അമേരിക്ക ഇത് ഒരു ഭാരിച്ച സാമ്പത്തിക ചെലവെന്ന് പറഞ്ഞാൽ ഭാരിച്ച ചെലവാണ്. എന്നിരുന്നാലും ഈ 12 മനുഷ്യരെ ഈ പറയുന്ന ചന്ദ്രോപരിതലത്തിൽ എത്തിക്കുക വഴി ബഹിരാകാശ രംഗത്ത് അമേരിക്കയുടെ അനിഷേധ്യമായ ഒരു നേതൃത്വം അല്ലെങ്കിൽ ആ ഒരു സ്ഥാനം അവർ ഉറപ്പിക്കുകയാണ് ചെയ്തത്. അപ്പോൾ സ്വാഭാവികമായിട്ടും അത്രയും വലിയൊരു സാങ്കേതിക വിദ്യ ആർജിച്ച അമേരിക്കയെ മറ്റുള്ള രാഷ്ട്രങ്ങൾ ആശ്രയിക്കും. നമുക്കറിയാവുന്നതുപോലെ ഇപ്പോൾ സാങ്കേതിക രംഗത്ത് അല്ലെങ്കിൽ വിവര സാങ്കേതിക രംഗത്ത് വലിയ സാധ്യതകളാണുള്ളത്. അപ്പോൾ നമ്മൾ പോലും ഏതെങ്കിലും ഒരു സ്ഥലത്ത് പോകുന്നതിൻ്റെ ഗൂഗിൾ മാപ്പിട്ടാണല്ലോ സഞ്ചരിക്കുക. അപ്പോൾ ഇതൊക്കെ സാറ്റലൈറ്റ് വഴിയാണ് സാധ്യമാകുന്നത്. അപ്പോൾ ഇൻ്റർനെറ്റ്, സാറ്റലൈറ്റ് അതൊക്കെയാണ് പുതിയ ലോകത്തെ ഒരു സാധ്യതയായിട്ട് കാണുക. അപ്പോൾ ഒരുപാട് കോടിക്കണക്കിന് രൂപയുടെ നിക്ഷേപം ഇതിന് വേണ്ടി വരും. ഇൻ്റർനെറ്റ് ഇപ്പോൾ ഒഴിച്ചുകൂടാനാവാത്ത സംഗതിയാണ്. അതേപോലെ പല രംഗത്തും സാറ്റലൈറ്റ് ഇമേജിങ് അതേപോലുള്ള കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ അത്തരം സാങ്കേതിക വിദ്യ ആർജിച്ച രാജ്യങ്ങളെ അത്തരം സാങ്കേതിക വിദ്യ ഇല്ലാത്ത രാഷ്ട്രങ്ങൾ ആശ്രയിക്കും എന്നുള്ള കാര്യം ഉറപ്പാണ്. അല്ലെങ്കിൽ അത്തരം സങ്കേതങ്ങൾ സ്വന്തമായിട്ടുള്ള രാഷ്ട്രങ്ങളുടെ സേവനം പണം കൊടുത്ത് മറ്റുള്ള രാജ്യങ്ങൾ സ്വന്തമാക്കും. അപ്പോൾ ഇന്ത്യ ഇത്തരത്തിൽ ചാന്ദ്ര ദൗത്യങ്ങൾ നടത്തുക വഴി മറ്റ് രാഷ്ട്രങ്ങളുടെ മുമ്പിൽ ആ ദൗത്യം വിജയകരമാകുന്നതിലൂടെ മറ്റ് രാഷ്ട്രങ്ങളുടെ മുമ്പിൽ ഞങ്ങൾ സാങ്കേതികമായി ഇത്രം വളർന്നു എന്നുള്ളതിനൊരു ദൃഷ്ടാന്തം കാണിച്ചു കൊടുക്കുകയാണ് ചെയ്യുക. അപ്പോൾ ഇന്ത്യയുടെ ISRO ആർജിച്ച, അതായത് ഈ 2025 സാമ്പത്തിക വർഷം $13 ബില്യൺ ഇടപാട് അല്ലെങ്കിൽ വളർച്ച നേടി എന്നുള്ളതാണ് കണക്ക്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ അനുമാനിക്കേണ്ടത് ഇങ്ങനെയാണ്. ഇപ്പോൾ ISRO ഉപയോഗിച്ച സാറ്റലൈറ്റുകൾ വഴി ഇൻ്റർനെറ്റ് ഫെസിലിറ്റി ഉപയോഗിക്കുന്ന നിരവധി സങ്കേതങ്ങളുണ്ട്. അല്ലെങ്കിൽ നമ്മുടെ ഈ TV ചാനലുകൾ അവരുടെ ദൃശ്യങ്ങൾ നമുക്ക് എത്തിച്ചു തരുന്ന ഇത്തരം സാറ്റലൈറ്റുകൾ വഴിയാണ്. അപ്പോൾ ഇതേപോലെ നിരവധി സ്വകാര്യ സംരംഭകരും സ്ഥാപനങ്ങളും ISROയുടെ സേവനം ഉപയോഗിക്കുക, റോക്കറ്റ് വിക്ഷേപിക്കുമ്പോൾ അവരുടെയും കൂടി സാറ്റലൈറ്റ് എത്തിക്കുക, ഇതിനൊക്കെ വേണ്ടിയിട്ട് ISRO ആശ്രയിക്കാറുണ്ട്. അപ്പോൾ അത്തരം കാര്യങ്ങൾക്ക് ISROയെ പ്രാപ്തമാക്കുന്നത് ഇത്തരം വലിയ സംഗതികളെ ഏറ്റെടുത്ത് വിജയകരമായി നടപ്പിലാക്കുന്നതിലൂടെയാണ്. ഇനിയുണ്ട് നമ്മുടെ ഈ ചന്ദ്രയാൻ ദൗത്യം 1 വിജയകരമായിരുന്നു. അത് ഈ ചന്ദ്രനിൽ ഇറങ്ങുന്ന പരിപാടിയില്ലായിരുന്നു, അതിന് ചുറ്റും നടന്ന അതിൻ്റെ വിവരങ്ങൾ ശേഖരിക്കുക മാത്രമായിരുന്നു. അങ്ങനെ ചന്ദ്രനിൽ ജലത്തിൻ്റെ സാന്നിധ്യമുണ്ടെന്ന് കണ്ടെത്തിയ റെക്കോർഡിട്ട ഒരു ദൗത്യമായിരുന്നു ചന്ദ്രയാൻ 1. പക്ഷേ 2 വർഷം നമ്മൾ കാലാവധി ഉണ്ടായിരുന്ന ദൗത്യം 312 ദിവസം കൊണ്ട് അതിൻ്റെ സിഗ്നലുകൾ കട്ടാകുന്നൊരവസ്ഥ വന്നു. ചന്ദ്രയാൻ 2 ഒരു പരാജയമായിരുന്നു. കാരണം നമ്മൾ അവിടെ ചന്ദ്രോപരിതലത്തിൽ ഇറങ്ങാനായിട്ടുള്ളൊരു ശ്രമം നടത്തി. നിർഭാഗ്യവശാൽ ഏതാണ്ട് ചന്ദ്രോപരിതലത്തിന് 2.1 കിലോമീറ്റർ വെച്ച് ISROയ്ക്ക് ആ ലാൻഡറുമായിട്ടുള്ള ബന്ധം വിച്ഛേദിക്കപ്പെട്ടു. വളരെ ശക്തമായി, അതായത് സോഫ്റ്റ് ലാൻഡിംഗ് ആണ് നടത്തേണ്ടിയിരുന്നതിന് വിരുദ്ധമായി വളരെ തീക്ഷ്ണതയോടെ വന്ന് ചന്ദ്രോപരിതലത്തിൽ വന്ന് ഇടിച്ചാണ് ആ ലാൻഡർ തകർന്നതെന്നാണ് പിന്നീട് കിട്ടിയ വിവരം. പക്ഷേ ചന്ദ്രയാൻ 3ൽ നമ്മൾ വിജയകരമായി സോഫ്റ്റ് ലാൻഡിംഗ് നടത്തി. അപ്പോൾ ഇത്തരത്തിൽ സോഫ്റ്റ് ലാൻഡിംഗ് നടത്തുന്ന 4ാമത്തെ മാത്രം രാഷ്ട്രമാണ് ഇന്ത്യ. അമേരിക്ക, ചൈന, റഷ്യ മാത്രമേ ഈ സംഗതി നേടിയിട്ടുള്ളൂ. അതും കൃത്യം പറഞ്ഞാൽ ഏതാണ്ട് 615 കോടി രൂപ മാത്രമാണ് ചന്ദ്രയാൻ 3ൻ്റെ ചെലവ്. അത് പറയപ്പെടുന്നത് ഇവിടുന്ന് ചന്ദ്രനിലേക്കുള്ള ദൂരം കണക്കാക്കി ഒരു ഓട്ടോറിക്ഷയിൽ പോയാൽ അതിനുള്ള വണ്ടിക്കൂലിയെ ഇത് 615 കോടി രൂപയാകുള്ളൂ എന്നാണ്. അപ്പോൾ മറ്റുള്ള രാഷ്ട്രങ്ങളുടെ മുമ്പിൽ ഇതേ സമയത്ത് തന്നെ റഷ്യയും ഒരു ചന്ദ്രദൗത്യം നടത്തിയിരുന്നു. അതിന് 16,000 കോടി രൂപയാണ് ചിലവ് കണക്കാക്കി. പക്ഷെ അത് പരാജയപ്പെട്ടു. അപ്പോൾ 615 കോടി മാത്രം ചിലവാക്കി ഇന്ത്യ ഈ ഒരു വിജയകരമായ ദൗത്യം പൂർത്തിയാക്കിയപ്പോൾ ഇന്ത്യ മറ്റ് രാജ്യങ്ങളുടെ മുമ്പിൽ കൃത്യമായൊരു മാതൃക കാട്ടി ഞങ്ങൾക്ക് ഇത്രയും പ്രാപ്തിയുണ്ട് എന്നുള്ള, സാങ്കേതികപരമായി ഇത്രത്തോളം മുന്നേറാനായിട്ടുണ്ടെന്നുള്ള വിവരങ്ങൾ അല്ലെങ്കിൽ ആ ഒരു അവകാശവാദം ഇന്ത്യ കൃത്യമായി ഉന്നയിച്ചു. അപ്പോൾ ഇനിയുള്ള കാലം ഈ ബഹിരാകാശ സയൻസിൻ്റെ, സ്പേസ് സയൻസിൻ്റെ കാലമാണ്. ഇന്ത്യ ആ മേഖലയിൽ ഇന്ത്യ കൃത്യമായൊരു സ്ഥാനം ഇതിനോടകം നേടിക്കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ അമേരിക്ക നാസ കൊണ്ട് നേടിയെടുത്ത അതേപോലെയുള്ള നേട്ടങ്ങൾ അല്ലെങ്കിൽ അതേപോലെയുള്ള സാമ്പത്തികമായ അഭിവൃദ്ധി വരും കാലങ്ങളിൽ ISRO വഴി ഇന്ത്യക്ക് കിട്ടും എന്നാണ് നമ്മൾ ഇതിലൂടെ മനസ്സിലാക്കേണ്ടത്.